വിജയ് സേതുപതി നായകനായി അദ്ദേഹത്തിന് തന്നെ പ്രൊഡക്ഷൻ ഹൗസ് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ സീരീസ് കാട്ടാൻ ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ട്രെയിലറൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ അല്ല ആക്ച്വലി ഇതിൻ്റെ സ്റ്റോറി ടെല്ലിങ്. ഇതൊരു സ്ലോ ബേൺ മിസ്റ്ററി ത്രില്ലറാണ്. നായകനായ വിജയ് സേതുപതി കൊല ചെയ്യപ്പെട്ട നിലയിൽ തല മാത്രം വെട്ടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. സ്ക്രോൾ ചെയ്യേണ്ട, ഇത് സ്പോയിലർ അല്ല. ട്രെയിലറിലും അതേപോലെ തന്നെ സീരീസിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിലും തന്നെ ഈ കാര്യം നമുക്ക് മനസ്സിലാകും. ഇൻഫാക്റ്റ് ഈ കിട്ടിയ തല ആരുടേതാണെന്നും അയാൾക്ക് എന്ത് സംഭവിച്ചതാണെന്നും, അതായത് വിജയ് സേതുപതിയുടെ ക്യാരക്ടറിൻ്റെ ലൈഫ് സ്റ്റോറി എന്താണെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഈ സീരീസിൻ്റെ കഥ. 10 എപ്പിസോഡുകളായി ഏകദേശം 30 മിനിറ്റ് വീതം ഡ്യൂറേഷൻ വരുന്ന ഒരു 5 മണിക്കൂർ സ്ട്രെയിറ്റ് ആയിട്ട് കണ്ട് തീർക്കാവുന്ന ഒരു സീരീസാണിത്. ആൻഡ് ഇതിൽ കേരളം കണക്ഷനൊക്കെ വരുന്നുണ്ട്. ഓൾസോ നമ്മുടെ അരിസ്റ്റോ സുരേഷൊക്കെ നോട്ടബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സീരീസിൻ്റെ പോരായ്മകൾ ഞാൻ അവസാനം പറയാം. തമിഴ്നാട്ടിലെ ഒരു റൂറൽ വില്ലേജിൽ ആരും തിരിഞ്ഞു നോക്കാത്ത, കേസുകളൊന്നുമില്ലാതെ കിടക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ. അവിടെ ക്രൈംസ് ഒന്നും റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ സ്റ്റേഷൻ പൂട്ടുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് കാശ് കൊടുത്ത് കള്ളക്കേസെങ്കിലും ഉണ്ടാക്കാമെന്ന് ഉദ്യോഗസ്ഥർ നോക്കിയിരിക്കുമ്പോഴാണ് ഉടലില്ലാതെ തല മാത്രമായി വെട്ടി നല്ല ചിരിച്ച മുഖത്തോടിരിക്കുന്ന ബോഡി കണ്ടെത്തുന്നത്. പിന്നീട് ഇതിൻ്റെ സത്യം അന്വേഷിക്കാൻ ആ സ്റ്റേഷനിൽ തന്നെ പോലീസുകാർ ഇറങ്ങുകയും പിന്നീട് നടക്കുന്ന കാര്യങ്ങളുമാണ് കഥ. നോർമലി നമ്മൾ കാണുന്ന തരത്തിലുള്ള ട്വിസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ല ഇത്. വളരെ സാവധാനത്തിൽ റിയലിസ്റ്റിക് ആയിട്ട് ഓരോ ചുരുളും അഴിച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ തരത്തിൽ മിസ്റ്റീരിയസ് ആയി ഡെവലപ്പ് ചെയ്യുന്ന കഥയാണ്. സാധാരണ ഇത്തരത്തിലൊരു ഗ്രാമത്തിൽ ഇതുപോലൊരു കേസ് വരുമ്പോൾ എങ്ങനെയായിരിക്കുമോ അന്വേഷിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിനും കാണിക്കുന്നത്. ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീം ആരാണെന്ന് അറിഞ്ഞാൽ തന്നെ സീരീസിൻ്റെ വിഷ്വൽ ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് ക്വാളിറ്റി മനസ്സിലാകും. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എം മണികണ്ഠനാണ്. നാഷണൽ അവാർഡ് വിന്നിംഗ് മൂവിയായ കാകമുട്ടായി, കടസി വ്യവസായി, കുട്രമേ ദണ്ഡനെ തുടങ്ങിയ നോട്ടബിൾ വർക്ക്സ് ചെയ്തിട്ടുള്ള വെൽ നോൺ ഡയറക്ടറാണ് എം മണികണ്ഠൻ. ആൻഡ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സിൽ ഒന്നാണ് കടേസി വ്യവസായി മൂവി. അതുപോലെ തന്നെ കോ ഡയറക്ടറും സിനിമയുടെ എഡിറ്ററുമായിട്ടുള്ള ബി അജിത് കുമാർ. മലയാളത്തിൽ തന്നെ 4 പെണ്ണുങ്ങൾ, അന്നയും റസൂലും, കമ്മട്ടിപ്പാട, മൂത്തോൻ എന്നിങ്ങനെ മാസ്റ്റർ പീസ് ക്രാഫ്റ്റുകൾ എഡിറ്റ് ചെയ്തിട്ടുള്ള നാഷണൽ അവാർഡ് വിന്നറാണ് അദ്ദേഹം. സിനിമാറ്റോഗ്രാഫർ മധു നീലകണ്ഠൻ, അത് പിന്നെ കൂടുതൽ പറയണ്ടല്ലോ. ആൻഡ് കോ സിനിമാറ്റോഗ്രാഫർ എൻ ഷൺമുഖ സുന്ദര. 96, സൂപ്പർ ഡെലുക്സ് തുടങ്ങിയ ഒട്ടനേകം ക്ലാസിക് വർക്കുകളുടെ ഭാഗമായിട്ടുള്ള വെൽ നോൺ ഫിലിം മേക്കറാണ് അദ്ദേഹം. ഈ ഒരു ക്രൂ തന്നെയായിരുന്നു ആക്ച്വലി ഫസ്റ്റ് ഡേ തന്നെ സീരീസ് കാണാനുള്ളൊരു കാരണവും. സോ മേക്കിംഗ് കൊണ്ട് സീരീസ് വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ ആക്ടിങ് വൈസും എല്ലാവരും തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നാച്ചുറൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി സ്ക്രിപ്റ്റിലേക്ക് വരുമ്പോൾ കഥയുടെ ഇമോഷണൽ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഡെപ്ത് കുറച്ച് കുറവായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം ഒരുപാട് അനുഭവിച്ച, സമാധാനം കിട്ടിയിട്ടില്ലാത്തൊരു ലൈഫായിരുന്നു മുത്തുവിൻ്റെതെന്ന് ഇതിൽ ക്യാരക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്. ബട്ട് അത് അതേ ഇമ്പാക്റ്റിൽ ഓഡിയൻസിന് ഫീൽ ചെയ്യിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ കേരളത്തിലേക്ക് വന്നിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ സീനുകളും കുറച്ച് ലാഗായി ഫീൽ ചെയ്തു. അതുപോലെ തന്നെ കലൈ പാണ്ഡ്യൻ എന്ന പോലീസുകാരൻ്റെ ലൈഫ് ഇവൻറ്റ്സ് കാണിക്കുന്ന സീനുകളും കുറച്ച് അൺനെസസറി ആയിട്ട് തോന്നി. അതുപോലെ തന്നെ തങ്കമുടി എന്ന പോലീസ് ക്യാരക്ടറും ഒരു കോമഡി നേച്ചറുള്ള റോളാണിത്. ഇവിടെ സീരിയസ് കോമഡി കോൺട്രാസ്റ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചതായിട്ടാണ് തോന്നിയത്. പക്ഷെ അത് എല്ലായിടത്തും അത്ര വർക്കായില്ല. വിജയ് സേതുപതി ചെയ്യുന്ന മുത്തു എന്ന ക്യാരക്ടറിനെ ഒരു ഗ്രേ ഷെയ്ഡിലാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കൂടെയുള്ള എല്ലാവരും പോസിറ്റീവ് ഷെയ്ഡുള്ള, എന്നാൽ ചില തെറ്റുകൾ പാസ്റ്റിൽ ചെയ്തിട്ടുള്ള, പ്രസന്റിൽ നല്ലവരായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ആദ്യത്തെ എപ്പിസോഡുകളിലെല്ലാം പല വർഷങ്ങളായി ഈ മുത്തു എന്ന ക്യാരക്ടർ എവിടെയായിരുന്നു എന്നും എന്ത് ചെയ്യുമായിരുന്നും എല്ലാം കണ്ടുപിടിക്കുന്നുണ്ട്. ആൻഡ് അതിലൂടെ തന്നെ നമുക്ക് ഈ ക്യാരക്ടർ എന്താണെന്നൊരു പിക്ചർ ഉണ്ടാകും, അതുപോലെ കുറച്ച് എക്സ്പെക്ടേഷൻസും. പക്ഷേ ഈ എക്സ്പെക്ടേഷൻസും നമ്മുടെ മനസ്സിൽ ബിൽഡ് ചെയ്യുന്ന ആ ഒരു പിക്ചറുമെല്ലാം ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോൾ അത്ര സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ല. അവസാനത്തെ എപ്പിസോഡുകളിലായാലും എന്തൊക്കെയോ കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്നൊരു മിസ്റ്ററി ഫീൽ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോൾ നമുക്ക് ഈ തന്ന ഹിൻറ്റുകളൊക്കെ വലുതായിട്ട് എക്സ്പ്ലോർ ചെയ്യാതെ ബാക്കിയെല്ലാം പ്രേക്ഷകന് വിട്ടുകൊടുക്കുന്ന രീതിയിലാണ് കഥ അവസാനിപ്പിച്ചിട്ടുള്ളത്. അന്നേരവും നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ബാക്കിയായിരിക്കും. സോ കൺക്ലൂഡിങ്, സ്ലോ പേസിൽ പോകുന്ന റിയലിസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ ഇഷ്ടമുള്ളവർക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. പക്ഷെ നോർമൽ മിസ്റ്റീരിയസ് ത്രില്ലർ മൂവീസൊക്കെ താല്പര്യമുള്ളവർക്ക് അത്ര വർക്കാവണമെന്നില്ല. സോ നിങ്ങൾ ഏത് തരത്തിലുള്ള മൂവീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നതിനെ ബേസ് ചെയ്തിരിക്കും ഈ സീരീസ് ഇഷ്ടപ്പെടുന്നതും ഇല്ലാത്തതും. ആൻഡ് ഇൻ മൈ ഒപ്പീനിയൻ ദിസ് ഈസ് ഡെഫിനറ്റ്ലി എ ഗുഡ് വൺ, ബട്ട് നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. സോ ഇതുപോലുള്ള സിനിമ റിലേറ്റഡ് കോണ്ടന്റ്സുകൾ ഇഷ്ടമുള്ളവർ ഇത് ഫോളോ ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നതും പരിഗണിക്കുക. ആൻഡ് ദിസ് ഇസ് ഭാമ. താങ്ക് യു ഫോർ വാച്ചിങ്.